Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് forfeiture of shares under pro rata കാറ്റഗറിയാണ്. ഷെയർസ് ദാറ്റ് were issued on pro rata basis are forfeited. എന്തെങ്കിലും ഷെയർസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ബേസിസിൽ പ്രോ റാറ്റ ബേസിസിലുള്ള ഷെയർസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഇൻ അരിയേഴ്സ് ഓൺ അലോട്ട്മെൻറ്റ് ഈസ് ടു ബി ഡിറ്റർമിൻഡ്. നമ്മൾ എത്രയാണോ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാത്തത് നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. ഫോളോയിങ് പ്രോസസ് ഈസ് ഫോളോയിങ് ടു ഡിറ്റർമിൻ ദ എമൗണ്ടിങ് അരിയേഴ്സ്. അപ്പോൾ ഈ എമൗണ്ടിങ് അരിയേഴ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകളാണ് ഇത്. അപ്പോൾ അതിൽ ഒരു സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്പാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അലോട്ടഡ് ഷെയർസ് ആണ്. ഇപ്പോൾ നമുക്ക് അലോട്ടഡ് ഷെയർസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അലോട്ടഡ് ഷെയർസ് ആണ് ഗിവൺ എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അപ്ലൈഡ് ഷെയർസ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുലയുണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് ഷെയർസ് ആണ് ഗിവണെങ്കിൽ, അപ്ലൈഡ് ഷെയർസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അലോട്ടഡ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ട് ഫോർമുലാസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയും തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഷോർട്ടാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഒരു വേറെ രീതിയിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോർമുല ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. എന്താ ഫസ്റ്റ് കേസ്? അലോട്ടഡ് ഷെയർസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളെങ്കിൽ എങ്ങനെയാണ് അപ്ലൈഡ് ഷെയർസ് കണ്ടുപിടിക്കാനുള്ളതാണ് ഫസ്റ്റ് കേസ് അല്ലേ? നമുക്കത് ആദ്യം ചെയ്താലോ? അതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഈ ഷെയർ ഹോൾഡറിൻ്റെ അലോട്ടഡ് ഷെയർസ് തന്നിട്ടുണ്ടാവും അല്ലേ? ഷെയർ ഹോൾഡറിൻ്റെ അലോട്ടഡ് ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അലോട്ടഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ, അത് നമ്മൾ ആദ്യം എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അലോട്ടഡ് ഷെയർസ് എഴുതിയില്ലേ? അപ്പോൾ താഴെ ഞാൻ കമ്പനിയുടെ മൊത്തത്തിലുള്ള അലോട്ടഡ് ഷെയർസ് താഴെ എഴുതണം. ടോട്ടൽ അലോട്ടഡ് ഷെയർസ് ഞാൻ താഴെ എഴുതി. ക്ലിയർ ആണോ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്ലൈഡ് ഷെയർസ് ആണ്. അപ്ലൈഡ് ഷെയർസ്. അപ്പോൾ ഞാൻ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തായിരിക്കും? അതെ, ടോട്ടൽ അപ്ലൈഡ് ഷെയർസ്. മനസ്സിലായോ? കേസ് 2 നോക്കാം. അപ്ലൈഡ് ഷെയർസ് തന്നിട്ടുണ്ട്. അപ്ലൈഡ് ഷെയർസ് ഈസ് ഗിവൻ കമ്പ്യൂട്ട് അലോട്ടഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറിൻ്റെ അലോട്ടഡ് ഷെയർ കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്? അപ്ലൈഡ് ഷെയർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്രയാണ് അപ്ലൈഡ് ഷെയർ എന്നുള്ളത് നമ്മൾ ആദ്യം ഇത് അപ്ലൈഡ് ഷെയർ ഇപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഇവിടെ അലോട്ടഡ് ആണെങ്കിൽ ഇവിടെ അപ്ലൈഡ് ഷെയർ ഓഫ് ഷെയർ ഹോൾഡർ എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ ടോട്ടൽ അപ്ലൈഡ് ഷെയർസ്. ക്ലിയർ ആണോ? ഇനി എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് അലോട്ടഡ് ആണ്. അപ്പോൾ ഞാൻ എന്താ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇൻറ്റു അതെ, ടോട്ടൽ അലോട്ടഡ് ഷെയർ. ഒരു പ്രോബ്ലം നോക്കിയാലോ നമുക്ക്. ഓഫേർഡ് 80,000 ഷെയർസ് ഫോർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് അവർ തന്നിരിക്കുന്നത് ഓഫേർഡ് മീൻസ് ഇൻവൈറ്റഡ്, ഇഷ്യൂഡ്, ടോട്ടൽ അലോട്ടഡ്, ഇതൊക്കെ ഒന്നാട്ടോ. ടോട്ടൽ അലോട്ടഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ് എന്നൊക്കെ പറയുന്നത് സെയിമാണ്, ഓഫേർഡ് എന്നൊക്കെ പറയുന്നത് സെയിമാണ്. അപ്പോൾ ടോട്ടൽ അലോട്ടഡ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാ? 80,000 ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് എന്താ? അപ്ലിക്കേഷൻ റിസീവ് ഫോർ 1,30,000. 1,30,000 ഷെയർസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് വാസ് മീഡ് ടു ഓൾ അപ്ലിക്കൻസ്. ഇതിനെല്ലാം പ്രൊറാറ്റ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ അപ്ലൈഡ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാ? 1,30,000 തന്നെ. അത് ഫുൾ അണ്ടർ പ്രൊറാറ്റ കാറ്റഗറിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അമൃത് ഹാഡ് അപ്ലൈഡ് ഫോർ 50,000. അമൃത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അമൃതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അമൃത് അപ്ലൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 52,000. കരണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ കരണ്ട് എന്താ? കരണ്ട് അലോട്ടഡ് ആണ് തന്നിട്ടുള്ളത് 16,000 ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ഫോർത്തും ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹൗ മെനി ഷെയർസ് വെർ അലോട്ടഡ് ടു അമൃത്? അമൃതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? അപ്ലൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അമൃതിൻ്റെ അലോട്ടഡ് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ?
ഇവിടെ അടുത്തത് നോക്കുകയാണെങ്കിൽ കറണ്ട് അലോട്ടഡ് ഷെയർസ് തന്നിട്ടുണ്ട്. ഞാൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ കണ്ടുപിടിക്കേണ്ടത് അപ്ലൈഡ് ഷെയർസ്. അപ്പോൾ അപ്ലൈഡ് ഷെയർസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അമൃതിൻ്റെ അലോട്ടഡ് ഷെയർസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അലോട്ടഡ് ഷെയർസ് കാണാനുള്ള ഫോർമുല എന്താ? അപ്ലൈഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ ഡിവൈഡഡ് ബൈ ടോട്ടൽ അപ്ലൈഡ് ഷെയർസ് ഇൻറ്റു ടോട്ടൽ അലോട്ടഡ് ഷെയർസ്. അപ്പോൾ ഇവിടെ അപ്ലൈഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 52,000. ഞാനത് എഴുതാൻ പോവുകയാണേ. 52,000 ഡിവൈഡഡ് ബൈ എന്താ ഡിവൈഡ് ചെയ്യേണ്ടത്? ടോട്ടൽ അപ്ലൈഡ് ഷെയർസ്. എത്രയാ? 1,30,000. അപ്പോൾ ഞാനത് ഡിവൈഡഡ് ബൈ 1,30,000. ഇനി ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താ? ടോട്ടൽ അലോട്ടഡ് ഷെയർസ്. ഇതല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ടോട്ടൽ അലോട്ടഡ് ഷെയർസ്. അപ്പം ഞാൻ ടോട്ടൽ അലോട്ടഡ് ഷെയർസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. എത്ര ടോട്ടൽ അലോട്ടഡ് ഷെയർസ്? ഇത് 80,000. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിക്കേ എത്ര ആൻസർ എന്ന്. 32,000. അപ്പോൾ അമൃതിൻ്റെ ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വന്നേ? 32,000 ഷെയർസ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 52,000 ഷെയർസ് അയാളുടെ അപ്ലൈഡ് ഷെയർ. 52,000 ഷെയർ എന്ന് പറയുന്നത് അയാളുടെ അപ്ലൈഡ് ഷെയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ അപ്ലൈഡ് ഇൻറ്റു ടോട്ടൽ അലോട്ടഡ് ഷെയർസ്. ഇനി ഇതുപോലെ കറണ്ട് കണ്ടുപിടിച്ചാലോ? കറണ്ട് എങ്ങനെ കാണുക? അലോട്ടഡ് ഷെയർസ് 16,000 വന്നിട്ടുണ്ട്. നമ്മൾ കറണ്ട് എന്ത് കാണണം? അപ്ലൈഡ് ഷെയർസ് കാണണം. ഓക്കെ, അപ്പോൾ അപ്ലൈഡ് ഷെയർസ് കാണാനുള്ള ഫോർമുല എന്താ? ഫസ്റ്റ് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തേണ്ടത്? അലോട്ടഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ. നമുക്ക് അലോട്ടഡ് ഷെയർസ് എത്രയാ? 16,000. നമുക്കത് എഴുതാലോ? 16,000 ഇവിടെ എഴുതുക. ഡിവൈഡഡ് ബൈ എന്താ താഴെ വരുന്നത്? ടോട്ടൽ അലോട്ടഡ് ഷെയർസ്. എത്ര ടോട്ടൽ അലോട്ടഡ് ഷെയർസ്? കമ്പനിയുടെ മൊത്തത്തിലുള്ള 80,000. ഈ 80,000 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡറിന് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. കമ്പനിയുടെ മൊത്തത്തിലുള്ളത് നമ്മൾ എവിടെ എഴുതണം? ഡിനോമിനേറ്ററിൽ എഴുതണം. 80,000. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് അപ്ലൈഡ് ഷെയർസ് ഓഫ് കറണ്ട് ആണ്. അപ്പം ഷെയർ ഹോൾഡറിൻ്റെ അപ്ലൈഡ് ഷെയർസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ടോട്ടൽ അപ്ലൈഡ് ഷെയർസ്. കമ്പനിയുടെ മൊത്തത്തിലുള്ള അപ്ലൈഡ് ഷെയർസ് എത്രയാണ്? 1,30,000. അപ്പം നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1,30,000 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് 26,000 ഷെയർസ് കിട്ടും.